വേഗം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ശാരിക ഡിവൈഎസ്പിയെ വിളിച്ചിട്ട് പറയുകയാണ് തുളസിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതൊന്നും നടന്നില്ല, എല്ലാം പാളിപ്പോയി എന്നുള്ള കാര്യം പറയുകയാണ്. അതായത് വിഷ്ണുവിനും സംഘത്തിനും അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ അതെന്താ അവർക്ക് പറ്റാഞ്ഞ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഹാർഡ് ഡിസ്ക് എടുക്കുകയും അതുപോലെ CCTV കത്തുകയൊക്കെ അവർ ചെയ്തു, പക്ഷെ ബാക്കി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല, തുളസിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സാരമില്ല, വിഷ്ണു അത്ര മോശക്കാരനൊന്നുമല്ല, വിഷ്ണുവിൻ്റെ അതങ്ങനെ പാളിച്ച പറ്റിപ്പോയി, സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം ഓക്കെ ആക്കാം, അതുപോലെ തന്നെ നടത്താം, തൽക്കാലം ഒന്ന് ക്ഷമിച്ച് അവരെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട, അത്രയും വലിയ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട, അവരോട് തൽക്കാലം ഒന്ന് വെളിച്ചത്തിലേക്ക് വരണ്ട, ഒന്ന് മാറി നടക്കാൻ പറഞ്ഞേക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാജീവൻ DYSP വിളിക്കുന്നുണ്ട്. DYSP ഈ രാത്രിയിലാണോ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയുകയാണ്, എടുക്കുന്നില്ല കോൾ. അതിനുശേഷം പലതവണ DYSP വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ ആയിക്കഴിയുമ്പോൾ രാജീവൻ നല്ല ദേഷ്യം വന്നിട്ട്, അതായത് തൻ്റെ കുടുംബത്തിന് ഇങ്ങനൊരു ആക്രമണം നേരിടേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ ആക്രമണത്തിന് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തത് ശാരികയാണല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ വയ്യാതെ വേഗം തന്നെ അവിടെ റൂമിലിരിക്കുന്ന ശാരികയുടെ അടുത്തേക്ക് രാജീവൻ ചെല്ലുകയാണ്. എന്നിട്ട് കഴുത്തെ പിടിച്ച് ഞെരിക്കുകയാണ്. നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് പിടിക്കുന്നത്. എനിക്കിതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ എനിക്കൊരു പൂ കിടക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എനിക്ക് നിന്നെ അവസാനിപ്പിക്കാനൊക്കെ കഴിയും, ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ഷമിക്കുന്നതാണ്, എൻ്റെ രാഗിക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്, എന്നിട്ട് അവർക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയും അവർക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം കഴിഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തീർത്ത് പറയുകയാണ്. എന്താ അതിനെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, നിന്നെ കണ്ടിട്ട് നിന്നിലുള്ള എൻ്റെ ആകർഷണം കൊണ്ടോ നിന്നോടുള്ള പ്രേമം കൊണ്ടോ ആണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ രാഖിയ മക്കളെയും അവിടെ ആക്കിയിട്ട് വന്നിരിക്കുന്നതാണോ നീ കരുതിയിരിക്കുന്നത്? എന്നാൽ അങ്ങനെയൊന്നുമല്ല, രാഖിക്കും മക്കൾക്കും ഒന്നും സംഭവിക്കരുത്, അവർ സുരക്ഷിതരായിരിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ നിൽക്കുന്നതും നിൻ്റെ കൂടെ വന്നതും എന്നൊക്കെ രാജീവൻ തുറന്നടിക്കുകയാണ്. അപ്പോൾ ശാരികയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ശാരിക പറയുകയാണ്, അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എല്ലാം എനിക്കറിയാം, നിങ്ങൾ സഹിച്ചു നിൽക്കുന്നതാണെന്നൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾക്ക് ഈ സഹിച്ചു നിൽക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് ജയിലിൽ പോകാമെന്ന് കരുതിയാൽ പോലും നിങ്ങളുടെ കുടുംബം പിന്നെ ബാക്കിയുണ്ടായാലും നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്, അതുകൊണ്ടാണ് നിങ്ങളെന്നെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്, എനിക്കെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുകയാണ് ശാരിക. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം, അതായത് നിൻ്റെ സ്വഭാവവും നിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതായത് നിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, എനിക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ല, എൻ്റെ രാഖിക്കും മക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതവും നോക്കില്ല, ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്നൊക്കെ തീർത്ത് പറയുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം, കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവിനെയും പുച്ഛിക്കുകയാണ് ശാരിക. സംഭാഷണത്തിനിടയിൽ നമ്മുടെ യോഗേഷ് ആൻറ്റിയും അതിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ യോഗേഷ് ആൻറ്റിയെ കാണുമ്പോൾ പറയുന്നത് അത് നിൽക്കുന്നു എൻ്റെ അടുത്ത ശത്രു, എനിക്കങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്, അവനും യോഗേശ്വരിയും ജഗന്നാഥനും എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്, ഇത്രയധികം ശത്രുക്കളെ ഒരുമിച്ച് നേരിടാൻ ഒരു വീട്ടിൽ തന്നെ നിന്ന് നേരിടാൻ വേറെ ആരെങ്കിലും തയ്യാറാകുമോ, അതാണ് ഞാൻ, അങ്ങനെ തയ്യാറാകുന്ന ഒരേ ഒരാളായിരിക്കും ശാരിക നമ്പൂതിരി, എനിക്കതിനുള്ള പവറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതായത് രാജീവേട്ടൻ്റെ കുടുംബവും യോഗേശ്വരിയുടെ ജീവിതവും ജഗന്നാഥൻ്റെ ഭാവിയും എല്ലാം എൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്, അവരുടെ എല്ലാം താക്കോല് എൻ്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വയം പൊക്കുകയാണ് നമ്മുടെ ശാരിക. രാജീരമ്മയോടാണ് കാണിക്കുന്നത്. രാജീരമ്മയുടെ തുളസിയുടെ റൂമിൽ രാഗി കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നേരം വെളുത്ത് രാഗി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തുളസിയുടെ വായിൽ നിന്ന് നുരയും ഹൃദയൊക്കെ വന്നിട്ടുണ്ട്. തുളസി അതിനെ അനങ്ങാതെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മോളെ തുളസി തുളസി എന്ന് പറഞ്ഞിട്ട് അവനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. അത് കേട്ട് അമ്മണിയമ്മയും എഴുന്നേറ്റ് മോളെ തുളസി എന്താ പറ്റിയെന്ന് എനിക്ക് കണ്ണു തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പോൾ തന്നെ ആദ്യ ചേച്ചിയും വിളിക്കുന്നുണ്ട്, അതുപോലെ വലിയേട്ടനെയും ഒക്കെ രാഗി വിളിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ ആ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ ആര്യ ചേച്ചി പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് പൾസ് വളരെയധികം വീക്കായിട്ടുണ്ട്, ശരീരമൊക്കെ തണുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, വലിയേട്ടനോട് വണ്ടി എടുക്കാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് വലിയേട്ടനോട് പറയുകയാണ് വണ്ടി എടുക്കാൻ. അപ്പോൾ തന്നെ വലിയേട്ടൻ ഞാനിപ്പോൾ തന്നെ വണ്ടി എടുക്കാൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു. അതിനിടയിൽ രാഖി പോയിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ച് പറയുകയാണ് രാജീവനോട് തുളസിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പെട്ടെന്ന് തന്നെ പറയുകയാണ് നീ ഒന്ന് പേടിക്കാതെ ഇരിക്കുക, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അതല്ല, ഇപ്പോൾ തുളസിക്ക് വായിൽ നിന്നും നുരയും പതയൊക്കെ വന്ന് വയ്യാതെ കിടക്കാൻ, പൾസ് വളരെ വീക്കായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്ക്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തീർത്ത് പറയുകയാണ്. ശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. തുളസിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് ഡോക്ടർ പരിശോധിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പുറത്ത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാറായിട്ടില്ല, പൾസ് കുറവാണ്,
പിന്നെ അതുപോലെ എന്തോ നല്ല രീതിയിൽ ഷോക്ക് തുളസിയുടെ മനസ്സിന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ സ്കാൻ റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വലിയേട്ടൻ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, ഞങ്ങളങ്ങനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റൽ മാക്സിമം റിക്കവർ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പിന്നെ വേറെ ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ അവസ്ഥയിൽ അങ്ങനെ ഒരു യാത്ര ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കൂടുതൽ വഷളാക്കും അവസ്ഥ എന്ന് പറയുകയാണ്. പോയതിന് ശേഷം അമ്മണിയമ്മ പറയുകയാണ്, ഞങ്ങൾ കുടിലിൽ താമസിച്ചിരുന്നപ്പോൾ പോലും എൻ്റെ മോൾക്ക് നേരെ ഇങ്ങനെ ഒരു അക്രമമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോഴാണ് ഇതെല്ലാം തുടങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ രാഖി വിഷമമാകുന്നുണ്ട്. അപ്പോൾ അമ്മണിയമ്മ പറയുകയാണ്, മോളെ ഞാൻ ഒന്ന് ഓർത്ത് പറഞ്ഞതല്ല, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാജീവൻ DVSP കാണാനായിട്ട് DVSPയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ശാരികയുടെ കൂടെ താമസിക്കാനായിട്ട് പോയത്. അത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും മേലും കീഴും നോക്കാനില്ല. ഞാൻ എൻ്റേതായ വഴികളിലൂടെ സഞ്ചരിക്കും. ഞാൻ എനിക്ക് കഴിയുന്നത് പോലെയെല്ലാം ശാരികയെ നേരിടും എന്നൊക്കെ പറയുകയാണ്. എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കേസ് എടുക്കണമെങ്കിൽ തെളിവ് വേണം, തെളിവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്ന സിം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ്, ആ സിം ഞങ്ങൾ പരിശോധിച്ച് അത് ബീഹാർ സ്വദേശിയുടെ പേരിലാണ്, അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ ആ സിം ഇട്ട് രാജീവൻ വിളിച്ചതുകൊണ്ട് തന്നെ രാജീവിൻ്റെ എതിരെ കേസ് വരാനും സാധ്യതയുണ്ട്. ശാരിക ജഗന്നാഥനുമായിട്ട് ഒരു ബിസിനസ് ഡീൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് തൻ്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചു പോകാനായിട്ട് കാനഡയിലേക്ക് തിരിച്ചു പോകാൻ എത്ര രൂപയാണ്, എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാനത് സെറ്റാക്കി തരാമെന്ന് തീർത്ത് പറയുകയാണ്. ജഗന്നാഥൻ പറയുന്നു, എനിക്ക് ഒരു ബിസിനസ് ഡീലോ തുകയോ ഒന്നുമല്ല ആവശ്യമുള്ളത്, എനിക്ക് നിന്നെയാണ്, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ വേണം, അത്രയും എനിക്ക് ആവശ്യമുള്ളൂ. രാജീവിനെ വെറുതെ വിടും നീ, എന്നിട്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നിനക്ക് അവിടെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ സെറ്റാക്കാം എന്നൊക്കെ പറയുകയാണ്. കേട്ട് നിൽക്കുന്ന യോഗേശ്വരൻ്റെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ബൈ.